ഈ യാത്ര ഇവിടെ വെച്ച് തുടങ്ങണമെന്ന് എനിക്ക് ഏറെ ആഗ്രഹമായിരുന്നു. ഇത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. ഒരിക്കൽ യാദൃശ്ചികമായി ഞാൻ ഇവിടെ എത്തിപ്പെട്ടതാണ്. അന്നു മുതൽ അമ്മയാണ് ഉള്ളത്. ജഗദംബിക, ലോകമാതാവ്. തീരെ ചുരുക്കം യാത്രകൾ മാത്രം ചെയ്തു വരുന്ന ഒരാളാണ് ഞാൻ. മിക്കതും ഒറ്റക്കാണ്. അതാണിഷ്ടം. ഓരോ യാത്രകളും പുതിയ കാഴ്ചകളെ തേടിയാണ്. പുതിയ കാഴ്ചകൾ പരിചിതമായാൽ പിന്നീട് കഥകളെ തിരയും. തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും അനുഭവമായി മാറും, ഓർമ്മയിൽ തന്നെ നിൽക്കും. കൊല്ലൂർ എന്നാൽ ജഗദംബയുടെ വീടാണ്, മഹാക്ഷേത്രം. നൂറ്റെട്ട് ദുർഗാലയങ്ങളിലും ശിവാലയങ്ങളിലും ഉൾപ്പെടുന്നത്. ശ്രീ ശങ്കരാചാര്യർ സൗന്ദര്യലഹരി രചിച്ചത് ഇവിടെ വെച്ചാണ്. ഒരു കാലത്ത് ഗോകർണം വരെ നീണ്ടു നിന്നിരുന്ന കേരളം മഞ്ചേശ്വരത്ത് വെച്ച് മുറിച്ചപ്പോഴും ഇന്നും കന്നഡ ദേശത്തെ അമ്മയെ കാണാൻ മക്കളെത്തും. ഇവിടെ ആർക്കും പട്ടിണിയില്ല. എന്നും അമ്മയെ തേടി വരുന്ന മക്കൾ. മോക്ഷാർത്ഥികൾക്ക് മോക്ഷം, വിദ്യാർത്ഥികൾക്ക് വിദ്യ, ധനാർത്ഥികൾക്ക് ധനം, എല്ലാവർക്കും അനുഗ്രഹവും ചൊരിഞ്ഞ് അമ്മ. ക്ഷേത്രങ്ങൾ എന്ന ഭക്തർക്ക് എന്നതിനോളം ക്ഷേത്രങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു പറ്റം ജീവനുകൾ ക്ഷേത്രത്തിനകത്തും പുറത്തും കാണാം. തികച്ചും വനത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശം, അതിലൂടെ ഒഴുകുന്ന സൗവർണിക, കരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മഹാക്ഷേത്രം. കാലാനുസൃതമായ പുരോഗമനം ഇവിടെയും വന്നു. സ്കൂളുകൾ, വാഹന സൗകര്യങ്ങൾ, ആശുപത്രികൾ, പോലീസ് സ്റ്റേഷൻ, പോസ്റ്റ് ഓഫീസ്, ബാങ്ക് മുതലായ അടിസ്ഥാന സൗകര്യങ്ങൾ. ഉൾഗ്രാമത്തിലെ ജനങ്ങൾക്ക് മൂകാംബിക ഒരു ടൗണായി മാറി. നവരാത്രിയും രഥോത്സവവും ഇവിടെ പ്രധാന ഉത്സവങ്ങളാണ്. മൂകാംബിക ക്ഷേത്രത്തെക്കുറിച്ച് എനിക്ക് വളരെ പരിമിതമായ അറിവേ ഉള്ളൂ.
യൂട്യൂബ്, പുസ്തകങ്ങൾ, കഥകൾ ഇതെല്ലാം എല്ലാവർക്കും തന്നെ സുപരിചിതമാണ് താനും. എങ്കിലും ഞാൻ എൻ്റെ ചെറിയ അറിവിൽ ചുരുക്കി എഴുതാം. കുടജാദ്രി മലനിരകൾ അമ്പാവനം, അതിൽ ഒഴുകുന്ന സൗവർണിക പുണ്യതീർത്ഥം, കരയിൽ ജഗദമ്പാമരുന്ന ദിവ്യക്ഷേത്രം, കോലമഹർഷി തപം ചെയ്ത ഭൂമിയിൽ സ്വയംഭൂവായൊരു മിഥുനലിംഗം, ദുർഗയായ അമ്മ അവതരിച്ചു, മുഖാസുരന് വിധിച്ചു മോക്ഷം, ശങ്കരദർശനം സൗന്ദര്യലഹരിയായി, അമ്മ വാഗിയായി, ലക്ഷ്മിയായി, കാളിയായി, ത്രിപുരസുന്ദരി വാഴുന്ന പുണ്യക്ഷേത്രം, അമ്മ കൊല്ലൂരിൽ വാഴുന്ന മൂകാംബിക. ഇതെല്ലാം എനിക്ക് അറിയാൻ സാധിച്ചതിൽ നിന്നുള്ള എൻ്റെ കാഴ്ചപ്പാടുകൾ മാത്രമാണ്. അത് നാളെ മാറാതിരിക്കാം. മൂകാംബികയെക്കുറിച്ച് പല കഥകൾ കേൾക്കുന്നുണ്ട്. കഥകൾ എപ്പോഴും കാലത്തിനും പറയുന്ന വ്യക്തികളുടെ കാഴ്ചപ്പാടിനും അനുഭവങ്ങൾക്കും വിധേയമായി മാറിക്കൊണ്ടിരിക്കും. സ്കന്ദപുരാണത്തിൽ മൂകാംബികയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് എന്ന് അറിയാൻ സാധിച്ചു. പുരാണങ്ങൾ ലിഖിതവും മാറാത്തവയുമാണ്. ആ പേര് പോലെ തന്നെ പുര അഭിനവം. അവ എന്നും പുതുതായി തുടരും. കുറച്ചു നേരം അമ്മയ്ക്കടുത്തിരിക്കും, കണ്ണടക്കും, മനം തുറക്കും, പിന്നെ പരിഭവക്കെട്ടഴിക്കും, യാഗാഗ്നിയിൽ ഹോമിക്കും, നൊമ്പരങ്ങൾ സൗവർണികയിൽ ഒഴുക്കും, മനം തണുക്കും, പിന്നെ അമ്മയോടൊത്ത് നടക്കും. മൂകാംബിക ക്ഷേത്ര കവാടത്തിനടുത്തുള്ള വനദുർഗാ ക്ഷേത്രം വരെ. മാസ്തികട്ട കവാടത്തിന് തൊട്ടടുത്ത് വനത്തിൽ ഒരു ക്ഷേത്രം. കെട്ടിടങ്ങളില്ല, കാവൽക്കാരില്ല. ഈ വനത്തെ സംരക്ഷിക്കുന്നത് ഈ അമ്മയാണ് എന്ന സങ്കല്പം. അതുകൊണ്ട് തന്നെ എല്ലാ യാത്രക്കാരും ഇവിടെ വാഹനം നിർത്തി പ്രാർത്ഥിച്ചു പോകുന്നതായി കാണാം. വനദുർഗ കല്ലിലാണ് പ്രതിഷ്ഠ. പ്രകൃതിയെ മുഴുവനായി ഉൾക്കൊള്ളുന്ന ഒരു ഭാവം. ചുറ്റിലും കെട്ടിവെച്ച പല വലിപ്പത്തിലുള്ള പിച്ചളമണികൾ, തൊട്ടിലിൻ്റെ ചെറിയ മാതൃകകൾ, ചരടുകൾ, മാലകൾ, ശൂലങ്ങൾ, വലിയ തടിയിൽ തീർത്ത ആൾരൂപങ്ങൾ. അർച്ചന ചെയ്യുന്ന പൂക്കൾ. ഇവിടെ കവുങ്ങ് പ്രധാന കൃഷിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പൂക്കളും എല്ലാ പൂജയിലും ചേരുന്നു. നമുക്ക് മുന്നേ പോയവർ നടന്നു തെളിഞ്ഞ വഴികൾ ഞാനും പിന്തുടർന്നു. ഭക്തരെയും അവരുടെ പ്രവൃത്തികളെയും ശ്രദ്ധിക്കും. വ്യത്യസ്ത ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വഴികൾ പലതാണ്, പക്ഷേ ലക്ഷ്യമൊന്നും. കുറേ നേരം എവിടെ ഇരിക്കും. എവിടെ പകലിന് ഒരു വശത്ത് കാടിൻ്റെ മധുര സംഗീതം, മറുവശത്ത് റോഡിൽ വേഗതയുടെ ഭീതി ശബ്ദം. എന്നാൽ ഇത് ഇരുട്ടിൽ നേരെ തിരിച്ചാവും. ഇരുട്ടിൽ കാടിന് വന്യതയുടെ ഭീതിയും റോഡിൽ വാഹനങ്ങൾ പ്രതീക്ഷയുടെ വെളിച്ചവും ഹോൺനാദവുമായി മാറും. ഒരേ കാര്യങ്ങൾ വ്യത്യസ്ത സമയങ്ങളിൽ വിപരീത അനുഭവങ്ങൾ. ഒരു യാത്ര, ഒന്ന് ചുറ്റിക്കാണൽ, അനുഭവങ്ങൾ, അതിൽ നിന്നൊരു കഥ. അതിന് ചേർക്കാൻ ആരെങ്കിലും പറഞ്ഞു തരുന്ന കഥകളും അവരുടെ അനുഭവങ്ങളും, കൂടെ പുസ്തകങ്ങൾ. ഇതായിരുന്നു എൻ്റെ ഓരോ യാത്രകളും. ഇനി മടക്കമാണ്. ഇവിടുത്തെ പ്രകാശപൂർണമായ പ്രഭാതത്തെയും പ്രദോഷത്തെയും നഷ്ടപ്പെടുത്തുന്നു എന്ന തോന്നൽ. അനുഭവങ്ങളെയും അയവിറക്കി ഒരു മടക്കയാത്ര.